കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇനി അടുത്ത നമ്മൾ ഇടവം മിഥുന മാസം കഴിഞ്ഞാൽ കർക്കിടകമാണ്. കർക്കിടക വാവ് ശിവരാത്രി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കർക്കിടക വാവും വാവു ബലിയും വളരെയേറെ ലക്ഷോപലക്ഷം ആളുകൾ കർക്കിടക വാവു ബലിയും ആചരിക്കാറുണ്ട്. കർക്കിടക മാസവും വാവു ബലിയും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കുവാന് പുരാണ സംബന്ധമായിട്ടുള്ള പ്രപഞ്ച വിന്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും പ്രപഞ്ച വിന്യാസം അറിയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വാവുബലി, കർക്കിടക വാവുബലി എല്ലാവരും അർപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ പാതാളം മുതൽ സത്യലോകം വരെ 14 ലോകങ്ങളിൽ മധ്യഭാഗത്ത് ഭൂമി, ഭൂമിക്ക് നേർമുകളിൽ ഭൂവർലോകം, അതിനു മുകളിൽ സ്വർഗലോകം എന്നിങ്ങനെയാണ് നമ്മൾ കണക്കാക്കി വച്ചിരിക്കുന്നത്. ഈ ഭൂവർലോകമാണ് പിതൃക്കളുടെ ലോകം. ബാക്കി സ്വർഗം ദേവന്മാരുടെ, ഇങ്ങനെയാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയാണ് ഏറ്റവും സ്ഥൂലമാണ്. ഭൂമി ഏറ്റവും സ്ഥൂലമാണ്. ഇവിടെ സ്ഥൂല രൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കാൻ സാധിക്കുന്നത്. സ്ഥൂല രൂപത്തിലുള്ള ആഹാരമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പാകപ്പെടുത്തുന്ന ആഹാരം കഴിച്ച് നമ്മൾ എന്താണ് തൃപ്തിപ്പെടേണ്ടി വരുന്നു ഭൂമിയിലുള്ള നമ്മൾ മനുഷ്യർക്ക്. ശരീരത്തിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇത് പ്രാണമയമാണ്. ശരീരം വിടുന്ന ഈ ജീവൻ പ്രാണൻ മാത്രമായി സ്ഥൂലദേഹമില്ലാത്തവനായിട്ടാണ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ. അപ്പൊ പിതൃലോകത്ത് വസിക്കുന്നവര് അതാണ്, സ്ഥൂല ദേഹം ഇല്ലാത്തവരാണ്. ഭൂമിക്ക് മുകളിലുള്ള ലോകമാണല്ലോ പിതൃലോകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് ചെയ്യുന്ന ആ ബലി ജലതത്വമാകുന്നു. പ്രാണനും ജലതത്വം തന്നെയാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ജലതത്വം തന്നെയാണ്. അതിനാൽ പിതൃക്കൾക്ക് ജലത്തിലൂടെയേ ഭക്ഷണം കഴിക്കാനാകൂ എന്നതാണ് വ്യക്തം. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തില് നാളിൽ കറുത്ത വാവിന് നമ്മൾ ജലത്തിൽ പിതൃതർപ്പണം നടത്താറുള്ളതും അതിന്റെ പ്രാധാന്യവും. പിതൃക്കൾക്ക് ജലത്തിലൂടെയാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക വാവിന് നമ്മൾ പിതൃക്കൾക്ക് ജലത്തിലൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ശ്രാദ്ധമൂട്ടുന്നതും വാവുബലി അർപ്പിക്കുന്നതും.